ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് വാല്യുവേഷൻ എന്ന് പറഞ്ഞ സബ്ജക്റ്റിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില സംഭവമാണ്. അതായത് നമുക്കിപ്പം ഇവിടെ ഒരു പ്ലാൻ പോലെ തന്നിട്ടുണ്ട്, പിന്നെ അതിന്റെ സെക്ഷൻ, ഇത് വെച്ച് നമ്മൾ അതിന്റെ എസ്റ്റിമേഷൻ അതിന്റെ ഒരു ബേസിക് മൊത്തം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു പ്ലാനാണ്. ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഇതും സെക്ഷനും വെച്ചിട്ട് എങ്ങനെയാണ് ഈ നമ്മുടെ എസ്റ്റിമേഷൻ ടേബിൾ ഫില്ല് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഇപ്പം ഞാനിവിടെ ഇത് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് മെത്തേഡാണ്. ഒന്ന് ലോങ് ഹോൾ ഷോർട്ട് ഹോൾ മെത്തേഡ്, രണ്ടാമത്താണ് സെൻട്രൽ ലൈൻ മെത്തേഡ്. അപ്പം ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് സെൻട്രൽ ലൈൻ മെത്തേഡാണ്. ലോങ് ഹോൾ ഷോർട്ട് ഹോൾ മെത്തേഡും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്, പക്ഷെ അത് കുറച്ചും കൂടെ ലെന്തിയാണ്. അപ്പം നമ്മൾ സെൻട്രൽ ഹോൾ മെത്തേഡാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. കുറച്ചും കൂടെ നമുക്ക് മനസ്സിലായി എളുപ്പമായി ഒറ്റയടിക്ക് നമുക്ക് ചെയ്ത് പോവാം. അതുകൊണ്ടാണ് സെൻട്രൽ ലൈൻ മെത്തേഡ് ഞാൻ എടുക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ഈ പ്ലാൻ തരുമ്പോൾ തന്നെ ഇതിന്റെ സെൻട്രൽ ലൈൻ ടോട്ടൽ സെൻട്രൽ ലൈൻ ലെന്ത് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതിനായിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നതിന് വെച്ചാൽ ഈ ഡിസ്റ്റൻസ് 4 മീറ്റർ ഇങ്ങനൊരു ഡയമെൻഷൻ തരുവാണെങ്കിൽ ആദ്യത്തത് ഹൊറിസോണ്ടലും രണ്ടാമത്തത് വെർട്ടിക്കലുമായിട്ട് നമ്മൾ എടുക്കുക. അവർ തന്നിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ അവർ തരും. അപ്പൊ ഇപ്പൊ നമ്മൾ ഈ ഒരു കോൺസെപ്റ്റിൽ ഒന്ന് എടുത്തു പോവാം. ഇപ്പൊ ഇവിടെ 4 മീറ്റർ, ഇത് 6 മീറ്റർ. അതുപോലെ അപ്പം ഈ ലെന്ത് വോൾ തിക്നെസ്, ഇത് വോളാണ്. ഈ വോൾ തിക്നെസ് എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ ആണ്. അപ്പം മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യും 0.3, ഇവിടെ 0.3. അപ്പൊ നമ്മുടെ സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് ഇത് ഞാൻ നേരത്തെ വരച്ചിട്ടുണ്ട്. ഇതാണ് സെൻട്രൽ ലൈൻ. ഇതിന്റെ എല്ലാത്തിന്റെ ടോട്ടൽ ലെന്താണ് നമുക്ക് വേണ്ടത്. അപ്പം ഈ 4 മീറ്റർ പ്ലസ് 0.3 പ്ലസ് 6 പ്ലസ് പിന്നെ ഇവിടെ ഒരു 0.3/2 ഇവിടെ ഉണ്ട്, 0.3/2 ഇവിടെ ഉണ്ട്. അത് നമുക്ക് രണ്ടും കൂടെ ചേർത്ത് എഴുതുമ്പോൾ 0.3 എന്ന് വരും. 2 × 0.3/2. ഇത് നമ്മുടെ ഹൊറിസോണ്ടൽ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഇപ്പൊ ഇത് നമുക്ക് കിട്ടിയത്. അത് തന്നെ ഇതും സെയിം തന്നെയായിരിക്കും. ഇവിടം തൊട്ട് ഇവിടെയുള്ള ഡിസ്റ്റൻസ് തന്നെയായിരിക്കും ഇതിന്റെ ഇവിടെ തൊട്ടോ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്. നമ്മളിവിടെ 2 × എന്ന് കൊടുക്കും, പ്ലസ് ഇവിടത്തെ ഡിസ്റ്റൻസും കൂടെ വേണമല്ലോ. ഇവിടത്തെ എന്ന് പറയുമ്പോൾ നമ്മൾ വെർട്ടിക്കല് ഇവിടെ ഇന്നർ വോളിൽ വെച്ച് നോക്കുമ്പോൾ 6 മീറ്റർ, 6 പ്ലസ് 0.3/2 മനസ്സിലായി. 0.3/2 ആഡ് ചെയ്ത് 0.3 വരും. അങ്ങനെ ഇത്രയുള്ള 3 എണ്ണം ഉണ്ട്. അപ്പം × 3. അപ്പൊ നമുക്ക് നമ്മൾ ഇത് വെച്ച് നമുക്ക് നമ്മുടെ ടോട്ടൽ സെൻട്രൽ ലൈൻ ഡിസ്റ്റൻസ് കിട്ടും. അതായത് നമ്മൾ ഈ ഡോറൊക്കെ ഉണ്ടെങ്കിൽ അത് സെൻട്രൽ ലൈൻ ആയിട്ട് തന്നെ ഇട്ട് പോകാം, അത് ബ്രേക്ക് ചെയ്യണ്ട. ആദ്യം അങ്ങ് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. ഇത് നമ്മൾ ഇനി കാൽക്കുലേറ്റ് ചെയ്യണം. 2 × 4 + 0.3 + 0.6 + 0.3 + 3 × 6 + 0.3. 29.3 മീറ്റർ. ഒന്നും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. 2 × 4 + 0.3 + 0.6 + 0.3 + 3 × 6 + 0.3 കറക്റ്റാണ്. 29.3 മീറ്റർ കിട്ടും. അപ്പൊ ഇതായിരിക്കും നമ്മുടെ ടോട്ടൽ സെൻട്രൽ ലൈൻ ലെന്ത് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ സെൻട്രൽ ലൈൻ ഡിസ്റ്റൻസ്, ടോട്ടൽ സെൻട്രൽ ലൈൻ ഡിസ്റ്റൻസ് ഇൻക്ലൂഡിങ് ദ ഡോർ എല്ലാം കൂടെ ചേർത്ത് സെൻട്രൽ ലൈൻ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചു. 29.3 മീറ്റർ ആണ് കിട്ടിയത്. അടുത്ത ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള കാര്യം, നമുക്ക് അടുത്ത വർക്ക്, അതായത് ഇപ്പൊ നമ്മളൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഫൗണ്ടേഷന് വേണ്ടി എക്സ്കവേറ്റ് ചെയ്യുന്നു, മണ്ണെല്ലാം കുഴിച്ചു മാറ്റുന്നു. അപ്പം നമുക്ക് കുഴിക്കുന്ന ആ വിഡ്ത്ത് എന്ന് പറയുന്നത്
ഏറ്റവും ബോട്ടത്തിലുള്ള നമ്മുടെ മെയിൻ ഫൂട്ടിങ് ഫൗണ്ടേഷൻ, അതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1.1 മീറ്റർ. അത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അതായിരിക്കും അതിന്റെ 1.1 മീറ്റർ, അതിന്റെ വിഡ്ത്ത് അതായിരിക്കും. പിന്നെ എന്താന്ന് വെച്ചാൽ അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് താഴോട്ടാണ് നമ്മൾ കുടിക്കുന്നത്, അതായത് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് താഴോട്ട്. അപ്പൊ ഈ ടോട്ടൽ ഹൈറ്റ്, അപ്പൊ വിഡ്ത്തും ഹൈറ്റും വരും. ഇനി നമുക്ക് വേണ്ട ലെന്ത് ആണ്. ലെന്ത് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ചെറിയൊരു പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ടീ ജോയിന്റ്, ഇവിടെ ഒരു ടീ ജോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു ടീ ജോയിന്റ് ഉണ്ട്. ടീ ജോയിന്റ് പറയാനാണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഓൾറെഡി സെൻട്രൽ ലൈനിന്റെ അവിടെ എന്ന് വെച്ചാൽ ഇപ്പം എർത്ത് വർക്ക് എക്സ്കവേറ്റ് ചെയ്യുന്ന ഇവിടെ നിന്ന് ആ വെട്ടില് ഇവിടം വരെ ഓൾറെഡി കുഴിച്ചു. പിന്നെ ഇതിന്റെ ഇവിടെ വരുന്നുണ്ട്, ഇവിടെയും കുഴിച്ചു. പിന്നെ ഇവിടത്തെ വോളിന്റെ വരുന്നു. പിന്നെ ഇവിടെ ഒരു റെപ്പിറ്റീഷൻ വരുന്നുണ്ട്, ഈ ഷെയ്ഡഡ് പോർഷൻ. അപ്പം നമ്മളത് ഡിഡക്ട് ചെയ്യണം, ലെൻഡിങ്, ടോട്ടൽ സെൻട്രൽ ലൈൻ ലെൻഡിങ്. അപ്പം അത് അങ്ങനെ വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ രണ്ട് സ്ഥലത്ത് വരുന്നുണ്ട് റെപ്പിറ്റീഷൻ, ഈ രണ്ട് സൈഡിലാണ് വരുന്നത്. അപ്പൊ നമ്മള് ഈ 29.3 ഇതിന്റെ ലെന്ത് എന്ന് പറയുന്നത് 29.3 -2 ഇൻറ്റു നമ്മൾ ഏതാണോ ചെയ്യുന്ന വർക്ക് ഇപ്പൊ എർത്ത് വർക്ക് എക്സ്കവേഷൻ ആണ്, അതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1.1 മീറ്റർ ആണ്. ആ 1.1 മീറ്ററിന്റെ ഹാഫ് കുറയ്ക്കുക. അപ്പൊ കിട്ടുന്ന ലെന്ത് എത്രയാന്ന് നോക്കുക. ഇപ്പൊ നമുക്ക് 29.3 - 2 ഇൻറ്റു 1.1 / 2 എത്ര കിട്ടുന്നതെന്ന് വെച്ചാൽ 28.2. അതെ, 29.3 1.1 കുറഞ്ഞ 28.2. 28.2 മീറ്റർ ആണ്. അപ്പം നമുക്ക് എർത്ത് വർക്ക് എക്സ്കവേഷന് വേണ്ടിയുള്ള ലെന്ത്, അതിന്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 1.1 മീറ്റർ, വിഡ്ത്ത് 1.1 മീറ്റർ. ഹൈറ്റ് എന്ന് പറയുമ്പോൾ എന്ത് വരും, ഇവിടെ നിന്ന് ഒരു 30 വരും, ഇവിടെ നിന്ന് ഒരു 20, 50, പിന്നെ ഒരു 10, 60, പിന്നെ ഒരു 10, 70, പിന്നെ ഒരു 10, 80, പ്ലസ് ഇവിടെ ഒരു 20 ഉണ്ട്, എനിക്ക് കാണാൻ പറ്റുന്നത്. അത് കൂട്ടി എത്ര വരും, 30, 50, 100, അതായത് 1 മീറ്റർ. അപ്പൊ നമുക്ക് ലെന്തും ബ്രെഡ്ത്തും ഹൈറ്റും ആയി. ഇനി ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അതിന്റെ യൂണിറ്റ് എത്ര, മീറ്റർ ക്യൂബ്. അപ്പം 3 മീറ്ററും കൂടെ ഇന്ത്യയും മീറ്റർ ക്യൂബ് കിട്ടും. അപ്പൊ 28.2 ഇൻറ്റു 1.1 ഇൻറ്റു 1, 28.2 31.02 മീറ്റർ ക്യൂബ്. ഇതാണ് നമ്മുടെ എർത്ത് വർക്ക് എക്സ്കവേഷൻ. അതായത് ഇത്രയും ക്വാണ്ടിറ്റി ഓഫ് മണ്ണ് അത് നമ്മൾ കുഴിച്ചു മാറ്റണം. അതാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇത് ചിലപ്പം RCC ആയിരിക്കാം, PCC ആയിരിക്കും, എന്താണെങ്കിലും അതിന്റെ ലെന്തും ബ്രെഡ്ത്തും ഹൈറ്റും അങ്ങോട്ട് എഴുതി വെക്കും. ലെന്ത് എന്ന് പറയുന്നത് ഈ എർത്ത് വർക്ക് എക്സ്കവേഷന്റെ ലെന്ത് തന്നെ എടുത്ത് എഴുതി വെക്കരുത്, എഴുതി വെക്കുക. എന്താണെന്ന് വെച്ചാൽ വിഡ്ത്ത് സെയിം ആണ്, 1.1 മീറ്റർ തന്നെയാണ് എടുക്കുന്നത്. അപ്പം സെയിം ലെന്ത് ആയിരിക്കും, ബ്രെഡ്ത്തും അത് തന്നെ 1.1. പിന്നെ ഹൈറ്റ് എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ ആണ് ഇതിന്റെ മാത്രം ഫൗണ്ടേഷൻ. അപ്പം 0.3 മീറ്റർ. ഇതിന്റെ ക്വാണ്ടിറ്റി നമ്മൾ എടുക്കുക. (9.306 മീറ്റർ ക്യൂബ്). ലെന്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അങ്ങനെ നമുക്ക് ഫൗണ്ടേഷൻ കിട്ടും. പിന്നെ നമ്മൾ അടുത്തെന്ന് പറയുന്നത് ഫസ്റ്റ് ബ്രിക്ക് വർക്കോ അല്ലെങ്കിൽ ഫസ്റ്റ് ഫൂട്ടിംഗ് എന്നോ വിളിക്കും. അത് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഫൂട്ടിംഗ് എന്നാണ് നമുക്ക് വിളിക്കുന്നത്. ഞാൻ വിളിക്കുന്നത് ഫസ്റ്റ് ഫൂട്ടിംഗ് ആണ്. അതെന്ന് പറയുന്നത്
അതിന്റെ ലെങ്തും ബ്രെഡ്ത്തും ആയിട്ടും എഴുതാം. അപ്പൊ അതിന്റെ എന്ന് പറയുമ്പോൾ ഈ വിഡ്ത്ത് മാറും, ഈ ഇത് മാറും. ഈ 1.1 വരെ 0.8 നമ്മൾ ചെയ്യണം, ഡിഡക്ട് ചെയ്യണം. അതായത് 29.3 2 into 0.8 by 2 എത്രയായിരുന്നു? 29.3 0.8 ഡിഡക്ട് ചെയ്യും, 28.5. വിഡ്ത്ത് എന്ന് പറയുന്നത് 0.8, ഹൈറ്റ് എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ, 0.2 മീറ്റർ. അതിന്റെ ക്വാണ്ടിറ്റി 28.5 into 0.8 into 0.2 4.56 മീറ്റർ ക്യൂബ്. അങ്ങനെ ഫസ്റ്റ് ഫുഡിങ്ങിന് എന്തുമാതിരി മെറ്റീരിയൽസ് ആവശ്യമുണ്ട് അതാണ് നമ്മുടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തെന്ന് പറയുന്നത് സെക്കൻഡ് ഫുഡിങ് ആയിട്ട് ഡിനോട്ട് ചെയ്യാം, 70 സെന്റിമീറ്റർ ആണ്. അപ്പം ഈ 0.8 പകരം 0.7 ഇട്ട് ചെയ്യുക. 29.3 minus 2 into 0.7 28.6 meter. Breadth 0.7 meter. Height 0.1 meter. തന്നിട്ടുണ്ട് 10 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ 28.6 into 0.7 into 0.1 2.0 മീറ്റർ ക്യൂബ്. അപ്പോൾ അത്രയും ആണ് നമുക്ക് വേണ്ട മെറ്റീരിയൽ. തേർഡ് ഫുഡ് വിഡ്ത്ത് 0.6 മീറ്റർ ആണ് അതിൻ്റെ വിഡ്ത്ത്. അപ്പം 29.3 മൈനസ് 2 into 0.6 by 2. 29.3 minus 0.6 28.7. width 0.6 meter, height 0.1 meter. മൂന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി 1.772 മീറ്റർ ക്യൂബ്. ഇനി നമ്മുടെ ഫോർത്ത് ഫുഡ് 1 2 3 4 0.5 മീറ്റർ ആണ്. 29.3 മൈനസ് 2 into 0.5 by 29.3 minus 28.8 മീറ്റർ. അതിൻ്റെ വിഡ്ത്ത് 0.5 മീറ്റർ, ഹൈറ്റ് 10 സെന്റിമീറ്റർ, 0.1 മീറ്റർ. 28.8 into 0.5 into 0.1 1.44 മീറ്റർ ക്യൂബ്. അപ്പോൾ ഫോർത്ത് ഫുഡിങ്ങിന്റെ ക്വാണ്ടിറ്റിയും നമുക്ക് കിട്ടും. ഇനി വരുന്ന പ്ലിന്ത് എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒറ്റയടിക്കും ചെയ്യാം, അല്ലെങ്കിൽ സ്പ്ലിറ്റ് ആയിട്ടും ചെയ്യാം. അതായത് ഫിഫ്ത്ത് ഫുഡിങ് എന്നും പറഞ്ഞ് ഗ്രൗണ്ട് ലെവലിൽ, അതായത് ഇവിടം വരെയാണ് ഗ്രൗണ്ട് ലെവൽ, അതായത് 60 സെന്റിമീറ്റർ ഗ്രൗണ്ട് ലെവലിലോ മേലുണ്ട്. ബാക്കി താഴെ ഈ സെയിം സാധനം തന്നെ 20 സെന്റിമീറ്റർ കൂടെ ഉണ്ട്. അപ്പം വേണമെങ്കിൽ പ്ലിന്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒറ്റയടിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു വേറൊരു ഫിഫ്ത്ത് ഫുഡിങ് ആ സെയിം ഡയമെൻഷൻ കൊടുത്ത് 20 സെന്റിമീറ്റർ ആയിട്ട് വെച്ച് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഒറ്റയായിട്ട് ചെയ്യാം. എന്തായാലും നമുക്ക് വേണ്ടത് എന്തുമാതിരി മെറ്റീരിയൽസ് ആണ് അവിടെ വരുന്നതെന്ന് നോക്കണം. അപ്പൊ ഇവിടെ ഞാനിപ്പോ പ്ലിന്ത് എന്ന് പറഞ്ഞ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എങ്ങനെ ചെയ്താലും നമുക്ക് കുഴപ്പമില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. 40. അപ്പോൾ അതിന്റെ ഹൈറ്റ് ലെങ്ത് എന്ന് പറയുമ്പോൾ 29.3 മൈനസ് 2 into 0.4 by 2. 28.9 meter. 0.4 meter
അപ്പൊ നമ്മൾ ഹൈറ്റ് ടോട്ടൽ ഹൈറ്റ് എടുക്കാം 60 + 20 80. അപ്പൊ നമ്മള് ഒന്നും കൂടെ ഇൻറ്റു ചെയ്യുന്നു 9.248 മീറ്റർ ക്യൂബ്. അപ്പം നമ്മളിവിടെ പ്ലിന്ത് വരെ നമ്മുടെ അടുത്ത പ്ലിന്ത് കഴിഞ്ഞ് നമ്മൾ DPC ആണ്, ഡാം പ്രൂഫ് കോഴ്സ്. ഡാം പ്രൂഫ് കോഴ്സിന്റെ ലെന്ത് എന്ന് പറയുന്നത് പ്ലിന്തിന്റെ അതേ ലെന്ത് തന്നെയാണ്, 28.9 മീറ്റർ. വിഡ്ത്ത് എന്ന് പറയുന്നതും 0.4, അതായത് പ്ലിന്തിന്റെ അതേ വിഡ്ത്ത് തന്നെ നമുക്ക് കൊടുക്കാം. പിന്നെ ഒരു തിക്നെസ് ഒക്കെ തന്നിട്ടുണ്ടാവും, നമ്മൾ അത് ഓർത്ത് പറയണ്ട. ഹൈറ്റ് ഇല്ല, ഹൈറ്റ് കൊടുക്കണ്ട. നമ്മൾ മീറ്റർ സ്ക്വയറിലാണ് DPC എഴുതുന്നത്. അപ്പൊ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ ഇതിനെ നമ്മൾ ഡോർ വരുന്ന പോർഷൻസുമായിട്ട് ഡിഡക്ട് ചെയ്യണം. അപ്പം ഡിഡക്ഷൻ എന്ന് പറയുന്നത് ഡോറിന്റെ ലെങ്ത് 1.2 മീറ്റർ, ലെങ്ത് അല്ല അത്. പിന്നെ നമ്മുടെ തിക്നെസ്, ഡോർ വാൾ തിക്നെസ് എന്ന് പറയുന്നത് അത് എത്രയാ കൊടുക്കുന്നത്, അത് ഇതിന്റെ ഇത് തന്നെയാണ്, നമ്മുടെ ഭിത്തിയുടെ അത് തന്നെയാണ് 0.3 മീറ്റർ. 0.36 മീറ്റർ സ്ക്വയർ. അപ്പൊ അത് തമ്മിൽ ഡിഡക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 11.56 മൈനസ് 0.36, 11.2 മീറ്റർ സ്ക്വയർ. അതാണ് നമ്മുടെ ഇപ്പൊ നമ്മള് ഡാം പ്രൂഫ് കോഴ്സ് വരെ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അതിന്റെ സൂപ്പർ സ്ട്രക്ചർ, പ്ലിന്ത് ഓൾറെഡി ഗ്രൗണ്ട് ലെവലിന് മേളിൽ വരുന്നുണ്ട്. പിന്നെ നമ്മള് ആ ബ്രിക്ക് വർക്ക്, അതായത് നമ്മുടെ വാള്, അത് ചെയ്യുന്നത് എങ്ങനെയാണ്, സൂപ്പർ സ്ട്രക്ചർ ബ്രിക്ക് വർക്ക് എന്ന് പറയും. അതിന്റെ ലെന്ത് എങ്ങനെയാന്ന് വെച്ചാൽ 29.3 മൈനസ് 2 ഇൻറ്റു, അതായത് 2 T ജോയിന്റ് നമുക്ക് ഉണ്ടായിരുന്നു, 2 ഇൻറ്റു അതിന്റെ വിഡ്ത്ത്. നമ്മൾ ചെയ്യുന്ന 0.3 മീറ്റർ ഉള്ള, അതായത് 30 സെന്റിമീറ്റർ തിക്നെസ് ഉള്ള വോളാണ്. അപ്പം 0.3/2 29 മീറ്റർ, 29.3 0.3/29 മീറ്റർ. ഇനി അതിന്റെ വിഡ്ത്ത് 0.3 മീറ്റർ ആണ്. പിന്നെ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ഞാൻ എഴുതിയിട്ടില്ല ഇതില്, നിങ്ങൾക്ക് തന്ന ഡേറ്റയിൽ നോക്കുക എന്താണ്. ഇതില് 3.5 മീറ്റർ ആണ് വാൾ ഹൈറ്റ്. അപ്പൊ 3.5 മീറ്റർ എന്ന് പറയുമ്പോൾ അതിന്റെ ഹൈറ്റ് 3.5. അപ്പൊ 29 ഇൻറ്റു 0.3 ഇൻറ്റു 3.5, 13.45 മീറ്റർ ക്യൂബ്. ഇതാണ് നമ്മുടെ സൂപ്പർ സ്ട്രക്ചറിന്റെ ബ്രിക്ക്. പക്ഷേ നമ്മൾ വിൻഡോ ആണ്, നമുക്ക് 4 വിൻഡോയും 2 ഡോറും ഉണ്ട്. അത് നമ്മൾ കുറയ്ക്കണം. എന്താന്ന് വെച്ചാൽ ആ ഭാഗത്ത് നമ്മൾ വെച്ച് പോകാറില്ല. ആ ഭാഗം നമ്മൾ അപ്പോൾ കാൽക്കുലേഷനിൽ അധികമാണ്, അത് നമ്മൾ ഡിഡക്ട് ചെയ്യണം. ഡോർ എത്ര എണ്ണം ഉള്ള? 2 എണ്ണം. 2 ഇൻറ്റു അതിന്റെ ലെന്ത് 1.2 ആയിട്ട് കൊടുക്കുക. ബ്രെഡ്ത്ത് അതിന്റെ തിക്നെസ്, അതായത് ആ വോൾ തിക്നെസ് തന്നെ ആയിരിക്കുമല്ലോ നമ്മുടെ ആ ഡോറിന്റെ ആണെങ്കിലും വിൻഡോയുടെ ആണെങ്കിലും ഈ
ഈ ഭാഗം ഇങ്ങനെ വെക്കുകയാണ്, ഈ ഭാഗം ആ ഭാഗമാണ് 0.3 ആണ്. ഒരു ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഇത് ആ പൊക്കം 2.1 മീറ്റർ. രണ്ട് ഡോർ ഉള്ളതുകൊണ്ടാണ് ഇവിടെ 2 വന്നിരിക്കുന്നത്. 1.2 0.3 1.5 അതെ ഡോർ കിട്ടി. ഇനി വിൻഡോ എത്ര ഉണ്ട്? 4 വിൻഡോ ഉണ്ട്. വിൻഡോയുടെ ലെന്ത് 1 മീറ്റർ. തിക്നെസ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് വോൾ തിക്നെസ് തന്നെയായിരിക്കും 0.3 മീറ്റർ. ഹൈറ്റ് എന്ന് പറയുമ്പോൾ രണ്ടാമത് പൊക്കം 1.5 മീറ്റർ. എത്ര കിട്ടും? 4 × 1 × 0.3 1.5 1.8 മീറ്റർ. അപ്പം നമ്മുടെ ബ്രിക്ക് വർക്കിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 13.45 നിന്ന് ഇതിന്റെ സം, അതായത് മൈനസ് 1.512 പ്ലസ് 1.8 അത് ചെയ്യുന്നതായിരിക്കും നമ്മുടെ, അതായത് 13.45 മൈനസ് 1.512 മൈനസ് 1.8 27.13